ഹാപ്പിയാണ്. ഞാൻ നെഗറ്റീവ് കമന്റ് പറയുന്നവർക്ക് ഞാൻ മൈൻഡ് ചെയ്യാറില്ല. ഇപ്പോൾ ആളുകൾ ചോദിക്കും എന്തുകൊണ്ട് എനിക്ക് ചിരിയാ വരുന്നത്. ഞാൻ ഇങ്ങനെ നെഗറ്റീവ് കമന്റൊക്കെ വായിക്കുമ്പോൾ എനിക്ക് ചിരി വരും. സത്യം സീരിയസ്ലി എനിക്ക് ചിരി വരും. പക്ഷേ എന്താ പറയണ്ടേ, അവരുടെ സമയം വെറുതെ നഷ്ടപ്പെടുകയാണ്. ഞാൻ എൻ്റെ സമയം നോക്കി ഞാൻ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നു ഹാപ്പി ആയിട്ട്. അത്രയേ ഉള്ളൂ. ഈ കൂടെ നിന്ന് ഒരിക്കലുമില്ല. പി ആർ എല്ലാവർക്കും ഉള്ളതാണ്. നമ്മുടെ മാത്രമല്ല ഒരു കാര്യമല്ല. എല്ലാവർക്കും പി ആർ ഉള്ളതാണ്. എല്ലാ ആക്ടേഴ്സിനും എല്ലാ ഇൻഡസ്ട്രി എല്ലാ ഫീൽഡിലും ഉള്ളതാണ് പി ആർ എന്ന് പറയുന്നത്. പൊളിറ്റിക്സിനും പി ആർ ഉള്ളതല്ല, എല്ലാവർക്കും പി ആർ ഉള്ളതാണ്. അത്രയും വിശ്വസിച്ച് അതിപ്പം എന്താ പറഞ്ഞാൽ ഇപ്പം എനിക്കറിയില്ല. ഇപ്പം ഞാൻ ഒരു ലേഡി വിന്നർ ആയതിൻ്റെ പ്രശ്നം ആർക്കും ഇഷ്ടപ്പെടാത്തതാണോ ഇനി അവർക്കത് അറിയില്ല. എല്ലാ സീസണിലും മെയിലാണല്ലോ എപ്പോഴും വിന്നർ ആവുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം ലേഡിയാണ് വിന്നറായതിൽ ആർക്കും ഇഷ്ടമല്ലാന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം ചിലപ്പം. അല്ലെങ്കിൽ ആർക്കും ഇപ്പം എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്നെ ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. കുറേ കണ്ടസ്റ്റൻസ് ഉണ്ട് അതിനകത്ത്. അപ്പോൾ അവരെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇപ്പം ചേച്ചിക്ക് ഞാൻ വിന്നറാവുന്നത് ചേച്ചിക്ക് ആഗ്രഹം. വേറൊരാൾ വിന്നറായ ചേച്ചിക്ക് ഇഷ്ടപ്പെടില്ല. അത്രേ ഉള്ളൂ. അപ്പോൾ ഓരോരുത്തർ അവിടെ 25 പേരുടെ 25 പേരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് എന്തായാലും വിഷമം വരും. ഇത്രയും വരെ സപ്പോർട്ട് ചെയ്ത് എത്തിച്ചിട്ട് അവർ വിന്നറാവാത്തിൽ എന്തായാലും വിഷമം വരില്ലേ. ഒരുപാട് സ്റ്റാർ മാജിക്ക് ഒരുപാട് പേര് സ്റ്റാർ മാജിക്ക് മാത്രമല്ല എന്നെ അറിയാവുന്ന ഒരുപാട് പേര് ഈ സ്റ്റാർ മാജിക്കിന്റെ ഡയറക്ടറാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു അനുമോള് സ്റ്റാർ മാജിക് ഒരു അറ്റൻഷൻ സീക്കർ ആയിരുന്നു, ഒരു അറ്റൻഷൻ സീക്കിംഗ് ആയിരുന്നു. അപ്പൊ അങ്ങനെ കുറെ നെഗറ്റീവുകളൊക്കെ വരുന്നത്. അങ്ങനെ അറ്റൻഷൻ സീക്കിങ്ങിലൂടെ നടന്നു ഒന്നും മൈൻഡ് ആയിട്ടിരുന്ന ഈ ചെവി കൂടെ കെട്ടി ചെവി കൂടെ കളയാ അത്രേ ഉള്ളൂ. അപ്പൊ ഡയറക്ടർ പറഞ്ഞു അറ്റൻഷൻ സീക്കിംഗ് ആണ് അനുമോൾ എന്ന് പറഞ്ഞിരുന്നു. സ്റ്റാർ മാജിക്കിലായിരിക്കും. അത് തന്നെയാണ് കറക്റ്റ് ആണത്. പക്ഷെ ബിഗ് ബോസും സ്റ്റാർ മാജിക്കും രണ്ടാട്ടോ. ഒന്നാണ് കാണരുത്. ബിഗ് ബോസ് ഇറങ്ങിയപ്പോഴേ അതൊരു ഫൺ ഷോ ആണ്. അനു ബിഗ് ബോസ് ഇറങ്ങിയപ്പോൾ കൂടുതൽ സുന്ദരിയെന്ന് ആരും പറഞ്ഞു. അത് സ്ലിം ആയപ്പോ അല്ല കൂടുതൽ ഒന്നുകൂടി ഗ്ലാമർ വെച്ചെന്നൊക്കെ പറഞ്ഞു. എപ്പിസോഡ് 2-3 എപ്പിസോഡ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. പിന്നെ പ്രോഗ്രാം കാര്യങ്ങളായപ്പോൾ കാണാൻ എനിക്ക് ആരും കണ്ടിട്ടില്ല. ഈ കൂടെ നിന്നവർ തന്നെ ലാസ്റ്റ് തള്ളി പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ആ വിഷമം അതെങ്ങനെയാണ് അതിജീവിച്ചത്? അങ്ങനെ ഗെയിമിന്റെ ഭാഗമായിട്ടല്ലേ. അപ്പൊ ഞാൻ അത് അതിന്റെ എടുക്കുന്നുള്ളൂ. ആടുത്തും പരിഭവം ദേഷ്യമൊന്നുമില്ല. ഇപ്പൊ ശൈത്യക്കാണെങ്കിലും ആദിലേക്കാണെങ്കിലും ഒരു മറുപടി കൊടുക്കണ്ട തീരുമാനിച്ചു. മറുപടി കൊടുക്കണ്ടെന്ന് വിചാരിക്കുകയാണ്. മൈൻഡ് ചെയ്യേണ്ടത്. അനീഷേട്ടന് 10 ലക്ഷം രൂപ കിട്ടിയപ്പോൾ സന്തോഷമാണ്. എനിക്ക് തോന്നുന്നു എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നന്നായിട്ട് സ്ട്രഗിൾ ചെയ്ത് ഫൈറ്റ് ചെയ്ത് വന്നവരാണ് എല്ലാവരും. അപ്പോൾ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. മൈജിക്കാർ ഒരുപാട് സ്പോൺസർ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ പറയുന്ന പോലെ ഉപകരണങ്ങളാണെങ്കിലും ഈ പറയുന്ന ഫോണാണെങ്കിലും 10 ലക്ഷം ആണെങ്കിലും പിന്നെ നമുക്കൊരു ബിഗ് ബാങ്കിന്റെ ടാസ്ക് ഉണ്ടായിരുന്നു. അതിൽ പോലും എല്ലാവർക്കും അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കിട്ടിയിട്ടുണ്ട്. അനീഷനോട് സംസാരിച്ചായിരുന്നോ? പിന്നെ ഏഷ്യാനെറ്റ് ഇപ്പോൾ ഒരു പ്രോഗ്രാമിനോ ലാസ്റ്റ് സ്റ്റാർ അനീഷേട്ടനൊക്കെ കണ്ട് സംസാരിച്ചായിരുന്നു. നൂറ് എന്ത് പറഞ്ഞു? നൂറുമായിട്ട് സംസാരിച്ചായിരുന്നു.